ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജംഷീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ രാവിലെ പത്തിരിയും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊന്ന് ചേഞ്ച് ചെയ്യാം. വേറെ പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആക്കാം. ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത് ബട്ടർ റൊട്ടി അല്ലെങ്കിൽ ബട്ടർ പത്തിരി എന്നൊക്കെ പറയാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന. പിന്നെ വേണ്ടത് അര കപ്പ് മൈദയാണ്. രണ്ടും സെയിം അളവിലാണ് വേണ്ടത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ വേണ്ടത് അര ടേബിൾ സ്പൂൺ ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിലെ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അര കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുത്തത്. നമ്മൾ ഉപയോഗിക്കുന്ന പൊടി അനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ അളവ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും വെള്ളത്തിൻ്റെ അളവിൽ. ഈ വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റായി വരുന്നത് വരെ കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചൊരു ലൂസിലാണ് ഉണ്ടാവുക. നല്ല ഹാർഡാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന സമയത്തും ഹാർഡായി പോവും. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം ഇതെടുത്ത് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്ത് ചെറിയ ഉരുളകളാക്കി എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ചുള്ള ബോൾസ് ആക്കിയാൽ മതി. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുക. അതിനായി ഞാൻ കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി വിതറിയിട്ടുണ്ട്. ഇനി ഇതിൽ നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചൊരു തിക്കിലാണ് വേണ്ടത്. അത്രയും കട്ടി കുറച്ച് വേണ്ട. ഇതാ കണ്ടല്ലോ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കുക. അതിനായി ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തി വെച്ച ഒരു പത്തിരി എടുത്ത് വെച്ചു. ഒന്ന് ചൂടാകുന്ന സമയത്ത് ഒന്ന് മറിച്ചിടാം. എന്നിട്ട് മറ്റേ ഭാഗം ഒന്ന് ചൂടായി ചെറുതായി ഒന്ന് ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് രണ്ടാമത് മറിച്ചിടാം. അപ്പോൾ നല്ലപോലെ പൊങ്ങി വരും. ആ സമയത്ത് മുകളിൽ അല്പം ബട്ടർ ഒന്ന് തടവി കൊടുക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റും ആവുന്നത്, നല്ല ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റും വരുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 തവണ തിരിച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന അതേപോലെ തന്നെ. കൂടുതൽ സമയം ഇങ്ങനെ തിരിച്ചിട്ട് കളിക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ബട്ടർ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അതല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്